അമ്മ ദൈവതുല്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ സ്വതന്ത്രമർഹതി എന്ന മനോവാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് സംഘപരിവാറുകാർ. മനുസ്മൃതിയുടെ ആശയങ്ങൾ പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി മാത്രം സംഘാടനം ചെയ്യപ്പെട്ടവർ അതിനപ്പുറം നിൽക്കുവാൻ തരമില്ലല്ലോ. ഇന്ത്യൻ വംശജയും പ്രശസ്ത അമേരിക്കൻ ആക്ടിവിസ്റ്റും സോഷ്യലിസ്റ്റുമായ ക്ഷമാ സാവന്തിന് ബംഗളൂരുവിൽ അസുഖബാധയായി കിടക്കുന്ന അമ്മയെ കാണാൻ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വിസ നിഷേധിച്ചിരിക്കുകയാണ്. മനുസ്മൃതി അനുശാസിക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെ അമേരിക്കയിൽ ഇരുന്നും പോരാട്ടം നടത്തിയതും മോദിക്കും സംഘപരിവാറിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതുമെല്ലാമാണ് US സജീവ രാഷ്ട്രീയക്കാരി കൂടിയ ക്ഷമാ സാവന്തിനെ മോദി സർക്കാരിൻ്റെ ശത്രുവാക്കി മാറ്റിയത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടവും മുസ്ലിം ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ കാണിച്ച സന്മനസ്സുമെല്ലാം മോദി സർക്കാരിൻ്റെ ശത്രുത വർദ്ധിപ്പിച്ചു. പ്രതികാര രാഷ്ട്രീയം മാത്രം കൈമുതലാക്കിയവർ അമ്മയെ കാണാൻ അനുവദിക്കാതെ ക്ഷമാ സാവന്തിനെയും മകളെ കാണാൻ അനുവദിക്കാതെ വയോധികയും അസുഖബാധിതയുമായ അമ്മ വസുന്ധര രാമാനുജത്തെയും മാനസികമായി പീഡിപ്പിച്ച് ഒരുതരം സുഖം കണ്ടെത്തുകയാണിപ്പോൾ. നിരവധി തവണ അമേരിക്കൻ മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ ഇടം പിടിച്ചയാളാണ് ക്ഷമ. മോദിയുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യമായി US നഗരമായ സിയാറ്റിലിൽ പ്രമേയം പാസാക്കിയെടുത്തത് ക്ഷമയായിരുന്നു. പിന്നാലെ US വിവിധ നഗരങ്ങൾ അത് ഏറ്റുപിടിച്ച് CAA NRCക്കെതിരെ പ്രമേയം പാസാക്കിയത് മോദി സർക്കാരിന് അന്തർദേശീയ തലത്തിലുണ്ടാക്കിയ തലവേദന ചെറുതായിരുന്നില്ല. US സിയാറ്റിലിൽ സിറ്റി കൗൺസിൽ മുൻ അംഗം കൂടിയായ ക്ഷമ കഴിഞ്ഞ 2 വർഷമായി അസുഖബാധിതയായി കഴിയുന്ന അമ്മയെ കാണാൻ പല തവണ വിസക്കായി അപേക്ഷിച്ചെങ്കിലും മോദി സർക്കാർ നൽകാൻ തയ്യാറായിട്ടില്ല. 82കാരിയായ അമ്മയുടെ നില അതീവ ഗുരുതരമായതോടെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ എമർജൻസി വിസക്കായി അപേക്ഷിച്ചെങ്കിലും ക്ഷമ വിസ അർഹതി എന്ന് തന്നെയായിരുന്നു BJP സർക്കാരിൻ്റെ നിലപാട്. എന്തുകൊണ്ട് വിസ നിഷേധിച്ചു എന്ന വിശദീകരണം പോലും നൽകാതെയാണ് മോദി സർക്കാർ അവരുടെ അമ്മയെ കാണാനുള്ള ആഗ്രഹത്തിന് വിലങ്ങ് നിൽക്കുന്നത്. പലതവണ ആവശ്യം നിഷേധിക്കപ്പെട്ടതോടെ ക്ഷമാ സാവന്തിൻ്റെ സുഹൃത്തുക്കളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ അവർക്ക് വിസ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മോദി ഭരണകൂടത്തിന് ഓൺലൈൻ നിവേദനം സമർപ്പിച്ചെങ്കിലും അതും കേന്ദ്രം ചവറ്റുകുട്ടയിൽ എറിയുകയായിരുന്നു. ഒടുവിൽ ക്ഷമകെട്ട് അവർ കഴിഞ്ഞ ദിവസം വർക്കേഴ്സ് സ്ട്രൈക്ക് ബാക്ക് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ US സിയാറ്റിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്തു. എന്നിട്ടും കടാക്ഷിക്കാൻ മോദി തയ്യാറായിട്ടില്ല. പകരം പ്രതിഷേധം കോൺസുലേറ്റിലേക്കുള്ള അതിക്രമിച്ചു കയറലായി ചിത്രീകരിച്ച് അവർക്കും സഹപ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ പോലീസിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു കോൺസുലേറ്റ് അധികൃതർ. കോൺസുലേറ്റിൽ ചില ക്രമസമാധാന പ്രശ്നങ്ങൾ നേരിട്ടെന്നും ചിലർ ഓഫീസിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചെന്നും എത്ര ആവർത്തിച്ചിട്ടും ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ലെന്നുമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക മാധ്യമമായ Xൽ കുറിച്ചത്. കോൺസുലേറ്റിലെ ജീവനക്കാരെ ഇവർ ഭീഷണിപ്പെടുത്തിയതായും ഇതേ തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചതായും കുറിപ്പിലുണ്ട്. ഇവർക്കെതിരെ തുടർ നടപടികൾ ആരംഭിച്ചതായും കോൺസുലേറ്റ് അറിയിക്കുന്നു. അതേസമയം ക്ഷമാ സാവന്തിന് വിസ നിഷേധിച്ചത് എന്തിനെന്ന് പറയാൻ കോൺസുലേറ്റ് തയ്യാറായിട്ടില്ല. ക്ഷമാ സാവന്തിൻ്റെ പേര് നിരസിക്കൽ പട്ടികയിൽ ഉണ്ടെന്ന് മാത്രമായിരുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. വീണ്ടും വിസ നിഷേധിച്ചതോടെ താൻ സിയാറ്റിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പ്രതിഷേധിച്ചതായി ക്ഷമാ സാവന്ത് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അധികൃതർ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. തനിക്ക് അന്യായമായി വിസ നിഷേധിച്ച കാര്യം അറിയിക്കാനിറക്കിയ പ്രസ്താവനയിൽ മോദി സർക്കാരിൻ്റെ നയത്തിനെതിരെ രംഗത്തു വരാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മയെപ്പോലുള്ള ഇന്ത്യൻ പൗരന്മാരെ സ്വന്തം കുടുംബങ്ങളെ കാണാൻ അനുവദിക്കാത്ത ഈ മനുഷ്യത്വരഹിതമായ അജണ്ടയെ പിന്തുണക്കുന്നില്ലെന്ന് പ്രസ്താവിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് രംഗത്ത് വരണമെന്നായിരുന്നു ക്ഷമയുടെ Xലെ കുറിപ്പ്. മോദി സർക്കാരിൻ്റെ നയങ്ങളെ എതിർത്തതിനാലാണ് കേന്ദ്ര സർക്കാർ തനിക്കും തന്നെ പോലുള്ളവർക്കുമെതിരെ പ്രതികാര നടപടിയെടുക്കുന്നതെന്നും ക്ഷമാ സാവന്ത് പറയുന്നു. ബംഗളൂരുവിൽ അസുഖബാധയായി കഴിയുന്ന അമ്മയെ കാണാനാണ് അടിയന്തര വിസക്കായി അപേക്ഷ നൽകിയത്. എന്നാൽ എൻ്റെ വിസ അപേക്ഷ നിരസിച്ചു. അതേസമയം ഭർത്താവായ കാൽവിന് വിസ അനുവദിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് എൻ്റെ സംഘടനയായ വർക്കേഴ്സ് സ്ട്രൈക്ക് ബാക്കിലെ അംഗങ്ങളുമായി കോൺസുലേറ്റ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് വിസ നിഷേധിച്ചു എന്നത് വിശദീകരണം ആവശ്യപ്പെട്ട് സമാധാനപരമായാണ് പ്രതിഷേധിച്ചത്. എന്നാൽ അധികൃതർ വിശദീകരണം നൽകാൻ വിസമ്മതിക്കുകയും പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. മോദി സർക്കാരിൻ്റെ റിജക്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായതിനാലാണ് എനിക്ക് വിസ നിഷേധിച്ചതെന്നാണ് ഒരു കോൺസുലർ ഓഫീസർ പറയുന്നത്. മോദിയുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൻ്റെ സിറ്റി കൗൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു. മോദി സർക്കാരിൻ്റെ നയങ്ങളെ എതിർത്തതിനാണ് കേന്ദ്രം എനിക്കും മറ്റുള്ളവർക്കുമെതിരെ പ്രതികാരം ചെയ്യുന്നത്. എനിക്കെതിരെ മാത്രമല്ല നിരവധി മാധ്യമ പ്രവർത്തകരോടും ആക്ടിവിസ്റ്റുകളോടും മോദി സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ്.
ഇത് അവസാനിപ്പിക്കണം, ക്ഷമ എക്സിൽ കുറിച്ചു. സിയാറ്റിലെ സിറ്റി കൗൺസിൽ അംഗമായിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞ കൂടിയായ ക്ഷമ സാവന്ത് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലടക്കം മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. 1973 ഒക്ടോബർ 17 പൂനെയിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഗണിതശാസ്ത്രജ്ഞരുമെല്ലാമുള്ള ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിൽ HT രാമാനുജന്റെയും വസുന്ധര രാമാനുജത്തിൻ്റെയും മകളായാണ് ക്ഷമയുടെ ജനനം. ചെറുപ്പകാലം ബോംബെയിലായിരുന്നു കൂടുതൽ അവർ ചെലവഴിച്ചത്. ചെറുപ്പത്തിൽ ഒരു പ്രത്യയശാസ്ത്രമായും താൻ സമ്പർക്കം പുലർത്തിയിരുന്നില്ലെന്നും അവർ പറയുന്നുണ്ട്. 1994 മുംബൈ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി 1996 അമേരിക്കയിലേക്ക് താമസം മാറിയതിനു ശേഷം മൈക്രോസോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഭർത്താവ് വിവേക് സാവന്തിനൊപ്പം ഒരു പ്രോഗ്രാമറായി 1.5 വർഷത്തോളം അവർ ജോലിയും ചെയ്തിരുന്നു. പിന്നീട് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ച അവർ 2003 നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടി. ഗ്രാമീണ അവികസിത സമ്പദ് വ്യവസ്ഥയിലെ വയോജന തൊഴിൽ വിതരണം എന്നതായിരുന്നു അവരുടെ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് തന്നെ. പിന്നീട് സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായി വിവിധ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ അവർ ജോലി നോക്കി. സിയാറ്റിൽ യൂണിവേഴ്സിറ്റിയിലും വാഷിംഗ്ടൺ ടക്കോമ യൂണിവേഴ്സിറ്റിയിലും സിയാറ്റിൽ സെൻട്രൽ കോളേജിലുമെല്ലാം അവർ അധ്യാപികയായി പ്രവർത്തിച്ചു. ഇതിനിടെ അവർ സോഷ്യലിസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന അമേരിക്കയിലെ ഇടതുപക്ഷ ചായ്വുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. 2012 വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2013 സിയാറ്റിൽ സിറ്റി കൗൺസിലിലേക്ക് നടന്ന മത്സരത്തിൽ വിജയിച്ചു അവർ സിയാറ്റിൽ കൗൺസിൽ അംഗമായി. 1916 അന്ന ലൂയിസ് സ്ട്രോങ് സ്കൂൾ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സിയാറ്റിൽ നഗര തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യത്തെ സോഷ്യലിസ്റ്റായിരുന്നു അവർ. 2014 മുതൽ 2024 വരെ സിയാറ്റിലിൽ സിറ്റി കൗൺസിലിൽ സേവനമനുഷ്ഠിച്ചവർ നിരവധി ശ്രദ്ധേയമായ ബില്ലുകൾ അവതരിപ്പിച്ച് ലോകത്തിൻ്റെ കയ്യടിയും നേടിയിട്ടുണ്ട്. സിയാറ്റിൽ കൗൺസിൽ അംഗമായിരിക്കെ 2020 പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള മോദി സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ അവരുടെ നേതൃത്വത്തിൽ പ്രമേയങ്ങൾ പാസാക്കിയത്. പിന്നാലെ ഇത് മാതൃകയാക്കി മറ്റ് US നഗരങ്ങളും ഇത് പിന്തുടരുകയായിരുന്നു. ക്ഷമ കൊണ്ടുവന്ന പ്രമേയത്തിന് പിന്നാലെ ജാതി വിവേചനത്തിനെതിരെ സിയാറ്റിൽ നഗരം നിയമനിർമ്മാണം നടത്തിയതും വലിയ വാർത്തയായാണ് ലോകം കണ്ടത്. ഒരു സിറ്റി കൗൺസിൽ നിയമനിർമ്മാണത്തിലൂടെ ജാതി വിവേചനം നിരോധിച്ച ആദ്യത്തെ US നഗരമായി സിയാറ്റിൽ മാറുന്നതിനും ഇത് വഴിയൊരുക്കി. താൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സിയാറ്റിലെ ഇന്ത്യക്കാർക്കിടയിൽ ജാതി വിവേചനമുണ്ടെന്ന് മനസ്സിലാക്കിയവർ 2018 ഒരു സർവേ നടത്തി. അത് ശരിയാണെന്ന് അവർ പിന്നീട് ഇതിലൂടെ തെളിയിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം ദളിതരും 4/1 ശൂദ്രരും ജാതി വിവേചനമുണ്ട് എന്ന് സർവേയിൽ വെളിപ്പെടുത്തി. പിന്നാലെയായിരുന്നു നിയമനിർമ്മാണം. ഇന്ത്യൻ നിയമങ്ങൾ സ്ത്രീകൾ, മുസ്ലിങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജാതിക്കാർ, തദ്ദേശീയർ, LGBT വിഭാഗം എന്നിവർക്കെതിരെ വിവേചനം കാണിക്കുന്നുവെന്ന് അവർ വെളിപ്പെടുത്തി. ഇതിനിടെ ക്ഷമ തൊഴിലാളികളെ സംഘടിപ്പിച്ച് വർക്കേഴ്സ് സ്ട്രൈക്ക് ബാക്ക് എന്ന സംഘടനയും രൂപീകരിച്ചു. വൻകിട ടെക് മേഖലയിൽ ഉൾപ്പെടെ മണിക്കൂറിന് $25 മിനിമം വേതനം നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് അവരുടെ പ്രവർത്തനം പിന്നീട് മുന്നോട്ട് പോയത്. 2023 ജനുവരിയിൽ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അവർ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കാനും മടി കാണിച്ചിട്ടില്ല. ഗസയിലെ വംശഹത്യാ യുദ്ധത്തിനെതിരെയും സ്ഥിരമായി വെടിനിർത്തലിന് വേണ്ടിയുമാണ് വർക്കേഴ്സ് സ്ട്രൈക്ക് ബാക്ക് നിലകൊള്ളുന്നത്. ക്രൂരമായ അധിനിവേശവും ഇസ്രായേലിനുള്ള എല്ലാ US സൈനിക ധനസഹായവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. ശതകോടീശ്വരന്മാർക്കും അവരുടെ രാഷ്ട്രീയ സേവകർക്കും എതിരെ തെരുവുകളിലും ജോലി സ്ഥലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ് ഞങ്ങൾ. ക്ഷമ തങ്ങളുടെ സംഘടനയുടെ പ്രസ്താവനയിൽ നയം വ്യക്തമാക്കുന്നു. സിയാറ്റിൽ കൗൺസിൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതുവരെ അവർക്ക് ഇന്ത്യ വിസ അനുവദിക്കുകയും അവർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ പദവിയിൽ നിന്ന് അവർ വിരമിച്ചതോടെയാണ് മോദി സർക്കാർ അവർക്ക് വിസ നിഷേധിക്കാൻ തുടങ്ങിയത് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കും ജാതി വിവേചനത്തിനുമെതിരെ പ്രമേയം പാസാക്കിയിട്ടും 2023 വരെ ഒരു തടസ്സവുമില്ലാതെ അവർ ഇന്ത്യയിലെത്തി. അമേരിക്കയിൽ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരെ മോദിയും സംഘപരിവാരവും എത്രമാത്രം ഭയക്കുന്നുണ്ടോ എന്നതിന് തെളിവ് കൂടിയാണിത്. സ്വാതന്ത്ര്യ പോരാട്ടത്തിനിടെ ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കി മാപ്പെഴുതി കൊടുത്തവർക്ക് അധികാരവർഗത്തോടുള്ള പേടി ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നത് തന്നെയാണ് ഇതിന് അർത്ഥം. ക്ഷമ സാവന്തിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവ് US പൗരനായ കാൽവിൻ പ്രിസ്റ്റിന് ഇന്ത്യയിലേക്ക് വരാൻ വിസ അനുവദിക്കാൻ സിയാറ്റിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഒരു മടിയും കാണിച്ചിട്ടില്ലെന്ന് കൂടി ചേർത്ത് വാഴിക്കുമ്പോഴാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന സംഘപരിവാരത്തെ കൂടുതൽ മനസ്സിലാക്കാനാവുക.
പശുവിനെ അമ്മയായി കാണുകയും അതിൻ്റെ മറവിൽ പാവങ്ങളെ കൊന്നൊടുക്കുന്നവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് ക്ഷമാ സാവന്തിനെ അമ്മയെ കാണാൻ അനുവദിക്കാതെ വട്ടം കറക്കി വിഷമിപ്പിക്കുന്നത്. ആ പാവം അമ്മയും കാത്തിരിക്കുന്നുണ്ടാവും സ്വന്തം മകളെ മരിക്കും മുമ്പൊരു നോക്ക് കാണുവാൻ വേണ്ടി. Waytonikah.com, the exclusive Muslim matrimonial site.